രണ്ട് സ്കൂൾ ബസ്സുകളുള്ള കടയ്ക്കാവൂർ ഗവൺമെന്റ് SNVHSSലെ കുട്ടികൾക്കാണ് ഈ ദുർഗതി. കട്ടപ്പുറത്തായ രണ്ട് ബസ്സുകളിലും ഓടിയിട്ട് വർഷങ്ങളായി. സ്കൂൾ വളപ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ ബസ്സുകൾ ഓടിത്തുടങ്ങിയാൽ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിന് അതൊരു സഹായകമാകും. ഈ ബസ്സുകൾ നിരത്തിലിറക്കണമെങ്കിൽ 3 ലക്ഷത്തോളം രൂപ ചിലവാകും. PTA-ക്കാണെങ്കിൽ ഫണ്ടില്ല, സർക്കാർ സഹായവും ലഭിക്കില്ല. ബസ് പുറത്തിറക്കാൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ്. അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 1000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സ്കൂളിൽ ഇപ്പോൾ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 107 കുട്ടികളും ഹയർ സെക്കൻഡറിയിൽ 260 കുട്ടികളുമാണുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സ്കൂളിലെത്തുവാൻ യാത്രാ സൗകര്യം കുറഞ്ഞതാണ് സ്കൂളിൽ കുട്ടികൾ കുറയാൻ കാരണമായത്. ഇപ്പോൾ നമുക്ക് ഈ ബസ് നിരത്തിലിറക്കിയാൽ ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി വിദ്യാർത്ഥികൾ കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ PTA ഫണ്ടിൻ്റെ അഭാവവും മറ്റ് അതും കാരണം നമുക്ക് ഈ സ്കൂളിൻ്റെ ബസ് നിരത്തിലിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചിറയൻകീഴിൽ നിന്ന് ഏകദേശം 25ഓളം വിദ്യാർത്ഥികൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ഈ സ്കൂളിൽ ഈ 2 ബസ് ഇങ്ങനെ കിടക്കുമ്പോൾ ഓട്ടോറിക്ഷയിലും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ ദയനീയ അവസ്ഥയാണ്. ഇത് നമ്മളെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ദേശം. ഇതിൽ ഒരു ബസ്സെങ്കിലും നമുക്കിപ്പോൾ ശരിയാക്കി കിട്ടിയാൽ ഈ വരുന്ന അധ്യയന വർഷം തുടക്കം മുതൽ തന്നെ നമുക്ക് വിദ്യാർത്ഥികളെ വീടുകളിൽ എത്തിക്കാൻ ഉള്ള സൗകര്യം നമുക്കുണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ സ്കൂളിൻ്റെ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ 260ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. പക്ഷേ ഹൈസ്കൂൾ വരെയുള്ള തലങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. കാര്യം മറ്റ് സ്കൂളുകൾക്കെല്ലാം യാത്രാ സൗകര്യമുള്ളപ്പോൾ നമുക്ക് ഈ സ്കൂളിന് യാത്രാ സൗകര്യം കൊടുക്കാൻ കഴിയാത്തത് കാരണം രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് അയക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈ സർക്കാർ സ്കൂള് നമ്മുടെ അധ്യാപകരെല്ലാം വളരെ PSC നിയമനം ലഭിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ നന്നായി ക്ലാസ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഈ സ്കൂളിനുണ്ട്. പക്ഷേ ഈ യാത്രാ സൗകര്യം ഇല്ലാത്തത് കാരണം രക്ഷകർത്താക്കൾ കുട്ടികളെ ഇങ്ങോട്ട് അയക്കാൻ തയ്യാറാകുന്നില്ല. കടയ്ക്കാവൂർ വാണിക്കോടി ലീല ബ്രഹ്മാനന്ദന്റെ സ്മരണയ്ക്കായി കുടുംബങ്ങൾ ചേർന്ന് 2017 2 പുതിയ ബസ്സുകൾ വാങ്ങി നൽകി. 27 സീറ്റുകളുള്ള ബസ് ഓടിത്തുടങ്ങിയതോടെ സ്കൂളിൽ കൂടുതൽ കുട്ടികളെത്താൻ തുടങ്ങി. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ബസിന്റെ ചെലവുകൾ വഹിച്ച് മുന്നോട്ട് പോയി. 2 വർഷത്തോളം ഇത് നന്നായി പ്രവർത്തിച്ചു. 2019 കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചു. പിന്നീട് സ്കൂൾ തുറന്നപ്പോൾ ബസിന്റെ അറ്റകുറ്റപ്പണികൾ, ടാക്സ്, ഇൻഷുറൻസ് എന്നിവയ്ക്ക് ലക്ഷങ്ങൾ കണ്ടെത്തേണ്ട സ്ഥിതിയായി. ഇത് കഴിയാത്തതോടെ ബസ്സുകൾ സ്കൂൾ വളപ്പിൽ കിടപ്പായി. അതോടെ സ്കൂളിൽ വീണ്ടും കുട്ടികൾ കുറയാൻ തുടങ്ങി. PTA ഫണ്ടിന്റെ അഭാവവും മറ്റ് സാമ്പത്തിക ബാധ്യത കാരണം ബസ് പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ബസ് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾ നമ്മുടെ സ്കൂളിനെ ആശ്രയിക്കും. വളരെ പാവപ്പെട്ട കുട്ടികൾ, നമ്മുടെ ചുറ്റുമുള്ള തീരദേശവാസികളായ കുട്ടികളൊക്കെയാണ് ഇവിടെ അധികമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിന് ബസ് ഒന്ന് നിരത്തിലിറക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങെത്തുകയും നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം കുറേ കൂടെ ഉയർത്താൻ സാധിക്കും. പുതിയ അധ്യയന വർഷം തുടങ്ങിയതോടെ ഈ ബസ്സുകൾ നിരത്തിലിറക്കണമെന്ന ആഗ്രഹം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഈ സ്കൂൾ ബസ് എങ്ങനെയെങ്കിലും ഓടിക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത് സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് ഈ 2 സ്കൂൾ ബസ്സുകൾ ഒരെണ്ണമെങ്കിലും ഓടിക്കാനുള്ള ഒരു സ്ഥിതിയിൽ വന്നെത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഒരു നല്ല സഹായ മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കൂളിലുള്ള ഈ 2 ബസ്സുകളിൽ ഒരെണ്ണമെങ്കിൽ വീണ്ടും നമുക്ക് തുടർന്ന് ഓടിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുവാനായിട്ട് സാധിക്കും. ബാറ്റ്ഷൻ, കടയ്ക്കാവൂർ.